ചർച്ച ചെയ്യാം. ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നും. നേരത്തെ അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധം കട്ടായി പോയിരുന്നു. ശ്രീ പ്രദീപ്, താങ്കൾ ഈ കരാറിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോഴും ചില എന്താണ് യാഥാർത്ഥ്യം? ട്രംപ് ചിലതൊക്കെ അവകാശപ്പെടുന്നു. അത് ട്രംപിന്റെ ഒരു അവകാശവാദം മാത്രമാണോ, ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? നമസ്കാരം കിരൺ. നമസ്കാരം കിരൺ, നമ്മുടെ ട്രംപ് എന്ന് പറയുന്നത് ബേസിക്കലി പോയൊരു കോടാലിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ പോലെയല്ല രണ്ടാമത് വന്നതിന് ശേഷം. പക്ഷേ അദ്ദേഹം നമുക്കിട്ട് പല രീതിയിലും നമ്മൾ എത്രത്തോളം പ്രഷർ ചെയ്യാൻ പറ്റുമോ ഈ ഒരു താരിഫ് കൊണ്ടുവന്ന് അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ ഇവിടത്തെ പല സാധനങ്ങളും ഇന്ത്യയിൽ ഇറക്കി അതിനെ അവിടെ കർഷകരുടെ ഇടയിൽ അതൊരു വിഷയമാവും. കർഷകർക്ക് ഇന്ത്യക്ക് എക്കണോമി ഇൻഡയറക്ട്ലി അത് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള പല പരിപാടികളും ആദ്യത്തെ ആ താരിഫിൽ ഉണ്ടായിരുന്നത്, ആ ഉടമ്പടികൾ. പക്ഷെ അതൊന്നും നമ്മൾ വകവയ്ക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പിടിച്ചു പോയതിൽ നമുക്ക് ബേസിക്കലി നമുക്കുണ്ടായ നഷ്ടം എന്നുള്ളത് വളരെ വലുതാണ്. നമുക്ക് അതിനകത്ത് നിറയെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതൊരു സത്യാവസ്ഥയാണ്. ആ സത്യാവസ്ഥ മറച്ചു വയ്ക്കാതെ തന്നെ നമുക്ക് തുറന്നു പറയാൻ പറ്റും, ഇപ്പോഴും നടന്ന ഈ ഒരു ഡീല് വളരെയധികം ഇന്ത്യക്ക് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് വളരാൻ ആഗ്രഹിക്കുന്ന 2047 ഇന്ത്യ ഒരു പവർ ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും. ഈ സർക്കാർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഓരോ ജനങ്ങളുമാണ്. നമുക്കെല്ലാം നമ്മളൊരു വികസിത രാജ്യമായി മാറുക എന്നത് ഓരോ വ്യക്തിയുടെയും അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഓരോ വ്യക്തികളും നമ്മുടെ സംസ്കാരം എല്ലാം ഇത്രയും വളർന്നു വരുന്ന ഒരു വലിയ രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഏറ്റവും മഹത്തായ രാജ്യം ഏറ്റവും പവറായി കൂടെ വരണം എന്നത്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ തകർക്കുക എന്നുള്ളത് പല രാജ്യങ്ങളുടെയും ഒരു ഹിഡൻ അജണ്ടയാണ്. അതിനകത്ത് സത്യം പറഞ്ഞാൽ ട്രംപിന് നല്ല പങ്കുണ്ട്. പക്ഷെ അതിലൊന്നും വീഴാതെ ഒരു പരിധി വരെ പിടിച്ചു നിന്നു. പിന്നെ ഇപ്പോൾ ആര് വിളിച്ചു എന്നതൊന്നും എന്നെ മനസ്സിലായി. പ്രദീപ്, ആര് വിളിച്ചു എന്നുള്ള വിഷയമല്ലേ, ട്രംപ് ആണ് ഇങ്ങോട്ട് വിളിച്ചതെന്നാണ്, അല്ലെങ്കിൽ ഇനി തിരിച്ചു മറിച്ചാലും അതൊന്നും ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ അർഹരായ രണ്ടുപേർ തന്നെയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം, ട്രംപ് അവകാശപ്പെട്ടത് ഇനി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല. അത് ഇന്ത്യ അംഗീകരിച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് വൻ വില കൊടുത്ത് അമേരിക്കയുടെ നിന്നും വെനസ്വേലയുടെ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങേണ്ടി വരും. ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് റഷ്യയിൽ നിന്ന് എണ്ണയാണ്. അത് വാങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യത്തെ, ആത്മാഭിമാനത്തെ പണയപ്പെടുത്തലാണ് ഒന്ന്. രണ്ടാമത് പറയുന്നത് $500 ബില്യൺ, അതിനകത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടി ഉൾപ്പെടുന്നു. അതുകൂടി ഇന്ത്യ വാങ്ങാം എന്ന് പറയുന്നു. അങ്ങനെ ഇന്ത്യൻ റുപ്പീസിൽ കണക്കാക്കിയ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 46 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ കാർഷിക മേഖല യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറിലടക്കം തുറന്നു കൊടുത്തിട്ടില്ല. ആ സ്ഥലത്ത് അത് തുറന്നു കൊടുത്തു എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഇതിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട്? ട്രംപ് പറയുന്നതിനകത്ത് അങ്ങനെ ഇന്ത്യ എന്തായാലും അങ്ങനെ ആത്മഹത്യാപരമായ നീക്കത്തിന് തയ്യാറാവും. ഇന്ത്യ എന്തായാലും നിഷേധിച്ചിട്ടില്ല ഇതുവരെ. അതൊരിക്കലും നടക്കുന്നൊരു കാര്യമായിരിക്കില്ല കിരൺ. കാരണം ഇപ്പം പോലും 50 മില്യന്റെ ബിസിനസ് നമ്മൾ തമ്മിലുള്ളൂ. ഡെഫിസിറ്റ് നമുക്കാണ്. അവരുമായിട്ട് കണക്കൂട്ടുമ്പോൾ അവർക്ക് നമ്മൾ അവരെ കൂടുതൽ അങ്ങോട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി 10 വർഷത്തെ ഒരു കണക്കാണ് ട്രംപ് പറഞ്ഞെങ്കിൽ മേ ബി നമുക്കത് വിശ്വസിക്കാം. പക്ഷെ എന്താണെങ്കിൽ പോലും ഇപ്പോ അതൊന്നും നടക്കണ കാര്യമില്ല. പിന്നെ ഈ നമ്മുടെ റഷ്യയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ബന്ധമല്ല. അത് നമ്മൾ തമ്മിൽ സൈനികപരമായ ബന്ധമാണ്. അത് മാത്രമല്ല പല കാര്യങ്ങളും നമ്മൾ തമ്മിൽ ഉടനീളമുള്ള ഒരു ബന്ധമുണ്ട്. അപ്പൊ അതൊന്നും മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യൻ സർക്കാരിനോ ഇന്ത്യയിലെ ജനങ്ങൾക്കോ ആർക്കും അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ട്രംപ് പലതും പറയും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ എന്തൊക്കെ ആരോ പറയുമല്ലോ, നാട്ടിലെന്തോ പഴമൊഴിയില്ല, ഏതോ വട്ടൻ എന്തെങ്കിലും പറയുന്നു. ഓക്കെ, വാട്ടെവർ ഹൂവർ, നമ്മുടെ വിജയം നമ്മളിപ്പം ജയിക്കാൻ വേണ്ടി തൽക്കാലം നമ്മൾ ഇച്ചിരി ക്ഷമിച്ചാലും കുഴപ്പമില്ല എന്നുള്ള എന്നുവെച്ചാൽ നമ്മുടെ തല കൊണ്ട് ആരുടെയും കീഴിൽ വെക്കണമെന്നല്ല, അഭിമാനത്തോടു കൂടി കൊണ്ട് എനിക്ക് തോന്നുന്നത് ട്രംപ് ഇപ്പൊ മദർ ഓഫ് ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്യൻ യൂണിയനോട്ടൊക്കെ നടന്ന അതിന്റെ ബന്ധം ഒപ്പം ഐക്യരാഷ്ട്രസഭയില് മദർ ഓഫ് ഡീൽ എന്ന പ്രയോഗത്തെ മാറ്റി പുള്ളി ഫാദർ ഓഫ് ഡീൽ എന്ന തരത്തിലേക്കൊക്കെ ട്രംപിനെ ഇവിടെ വിളിക്കണ കാര്യം എനിക്ക് ഇത് കൂടെ പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഇന്ത്യക്കാർ വിളിക്കണതും അതേപോലെ തന്നെ ഇവിടുത്തെ അമേരിക്കൻസ് വിളിക്കുന്നത്, വൈറ്റ്സും ബ്ലാക്സും എല്ലാം അവരെ വിളിക്കണത് ഇത് ചാനലിൽ കൂടെ എനിക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ന്യൂസ് 18 കറസ്പോണ്ടന്റ് ഉണ്ടല്ലോ, വൺ മിസ്റ്റർ ഐ ഫോർഗെറ്റ് ഹിസ് നെയിം, അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണെന്ന്. അതൊരു ജോക്കാണ്. എനിവേ, ഇന്ത്യനെ സംബന്ധിച്ചോളം നമുക്കൊരു പിടിവള്ളി അത്യാവശ്യമാണ്. കാരണം നമ്മൾ വളരാൻ പോകുന്ന ഒരു രാജ്യത്തിന് ആവശ്യമാണ്. അതിനകത്ത് പോസിറ്റീവായിട്ട് കാണുന്നു. ഓൾ ദി വിഷസ്. താങ്ക് യു സോ മച്ച്. ശരി, ഓക്കെ, താങ്ക് യു. പ്രദീപിന്റെ അഭിപ്രായമാണ് ഇത്. ശ്രീ കൃഷ്ണകുമാറാണ് ഹൈദരാബാദിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു കരാർ കഴിഞ്ഞ ഫെബ്രുവരി ചർച്ച തുടങ്ങിയതാണ്. ഓഗസ്റ്റിൽ അവർ അധിക നികുതിയൊക്കെ ഏർപ്പെടുത്തിയതാണ്. ഇപ്പോൾ പൊടുന്നനെ പിൻവലിക്കുന്നു. പക്ഷേ ചില വ്യവസ്ഥകളുണ്ടെന്ന് പറയുന്ന വ്യവസ്ഥകളുടെ വ്യക്തത നിൽക്കുകയാണ്. സാർ, ആദ്യമായിട്ട് ഒരു അപേക്ഷ, എനിക്ക് പറയാനുള്ള മുഴുവൻ കേൾക്കാനും കേൾപ്പിക്കാനും തയ്യാറാവണം. ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യരുത്. അങ്ങനെ പറഞ്ഞാൽ, താങ്കൾ ചുരുക്കി പറഞ്ഞാൽ അത് ചെയ്യാം. ചുരുക്കി തന്നെയാണ് പറയുന്നത്. ആദ്യമായിട്ട് നമ്മള് 1947 ഇൻഡിപെൻഡൻസ് കിട്ടിയ ഒരു കൺട്രിയാണ്. നമ്മളൊരു ജനാധിപത്യ രീതിയിൽ ഒരു പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ പ്രധാനമന്ത്രിയുടെ വായെന്ന് കേൾക്കേണ്ട വാക്കുകൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ വായെന്ന് നമുക്ക് കേൾക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്.
ഒരു കാര്യം പറയാനുള്ളത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 2047 ഇന്ത്യ അമേരിക്കയുടെ കോളനിയായി മാറുമോ എന്നുള്ളൊരു ഭയമാണ് ഇന്നിപ്പോ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.